ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു സംഭവം ഉണ്ടാക്കാം. സംഭവം നിങ്ങൾക്ക് പതിവ് ഉണ്ടാക്കണം തന്നെയാവും. നെയ്ച്ചോറുണ്ടാക്കാം. നെയ്ച്ചോറും ബീഫും. ഇപ്പം പണി ഞാൻ തുടങ്ങി കേട്ടോ. ഉണ്ടോ, ക്യാരറ്റും സവാളയും വാട്ടുണ്ട്. തീ കുറച്ച് ഓവറാണ്. അപ്പം ഞാൻ അതിൻ്റെ പണികളൊക്കെ തീർക്കട്ടെ. അപ്പോൾ ഞാൻ ആ സവാളയും ക്യാരറ്റൊക്കെ വഴറ്റിലേക്ക് ഈ സാധനമൊക്കെ ഇടല്. പക്ഷെ ഒന്നും എന്താ പറയുക, തീ കുറച്ച് ഓവറായിട്ട് ഉള്ളി കൊതി വരുന്നു. അപ്പം വെള്ളം ഒഴിച്ചു ഇങ്ങനെ സാധനമൊക്കെ ഇടാം. മണം കുറച്ച് കുറവാട്ടല്ല, കുറച്ച് വെന്തത്തെയാണ് ആവി. ഇതൊക്കെ ഒരു കമ്മട്ടത്തിനും കുറച്ച് ഇട്ട് അതിന് കുറച്ച് ഇട്ടിരുന്നു കേട്ടോ. അപ്പോഴാണ് പിന്നെ വീഡിയോൻ്റെ അപ്പോഴാണ് ഉള്ളി ഒറ്റ കരിയാൻ നിന്ന്. അതുകൊണ്ട് ഞാനേ ഒക്കെ ഇട്ട രസം ഉണ്ടാവില്ലല്ലോ. മതി കേട്ടോ. ഒരു പിന്നെ ഇതുള്ളിടാം. എന്താ ഏലക്കായ ഇട്ട് ഇതിൽ തന്നെ ഇട്ടക്കട്ടെ. എന്താ അറിയോ, ഞാൻ പച്ചരി കൊണ്ടൊക്കെ ചോറുണ്ടാക്കുമ്പോഴേ അതിക്കടാം. പെരും ചൂടാണ്. മണൊക്കെ ഇതൊന്ന് തിളയ്ക്കാനാവട്ടെ. ഡെയിലി 1 ലിറ്റർ മതി. എന്നൊക്കെ മറ്റാ എന്തോ ഒരു എന്താണ് അതിൻ്റെ പേരോ, മറ്റേ ആഫ്രിക്കൻ മല്ലി. ആഫ്രിക്കൻ മല്ലി അതുണ്ട് ഇവിടെ. അതുണ്ട്. ഉള്ളി കഴിയാൻ വേറെ കാര്യം എന്താ അറിയോ, സൺഫ്ലവർ വെച്ചാണ്ട് സവാള ഇട്ടപ്പത്തിനും ഞാൻ ക്യാരറ്റിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ക്യാരറ്റ് കഴുകി തോന്നി കണ്ടോണ്ടെങ്കിൽ അതൊക്കെയാണ് ആകെ പണി കിട്ടിയത്. ഞാൻ ആദ്യമേ ഇങ്ങനെ ഒരുക്കിച്ചാണ്ട് ഒരു സാധനം ഉണ്ടാക്കൂല. ഞാൻ അടച്ചക്ക. അപ്പൊ ഇനി തിളക്കട്ടെ കേട്ടോ. ഓഫ് ആക്കിയോളി. വെള്ളം ചൂടായിട്ടുള്ള തിളച്ചിട്ടില്ല. അപ്പൊ അരി നമ്മൾ കഴുകി കൊണ്ടുവന്ന് വെച്ചു. ഇടവേളകളിൽ കുറച്ച് ആസ്വാദനമാവാം. എന്താ എൻ്റെ അഭിപ്രായം? ഭയങ്കര കളിയാണ് കഴിച്ചു. ഇവിടെ നമുക്ക് അങ്ങനെ നെയ്ച്ചോറ് ബിരിയാണി മറ്റു ഐറ്റംസ് ഒക്കെ ഒന്ന് അന്ന് ഇവിടെ ആഘോഷമാണ്. അന്ന് ഇവിടെ ആരുടെയോ ഇല്ലാത്തൊരു കല്യാണമാണ്. അവിടുന്ന് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു വേളങ്ങൾ കേട്ടോ. അവിടെ കുട്ടികൾ ഭയങ്കര സാധ്യതകളും. എന്നാരും പാടുന്ന പാട്ടിലെ ആടിക്കളിക്കണൊരമ്മ, എന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണൊരമ്മ, എന്നാരം പാടുന്ന പാട്ടിലെ ആടിക്കളിക്കണൊരമ്മ, എന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണൊരമ്മ. വയനാടൻ മഞ്ഞളിലാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി, വയനാടൻ മഞ്ഞളിലാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി, ആലില വയറിൽ നല്ല അരമണിക്കിലുക്കം, ആടും താളത്തിൽ നല്ല ചിലമ്പാട്ടം. വെള്ളം താഴ്ചിട്ടില്ല. പ്രതീക്ഷകൾ പിന്നെയും തെറ്റി. വെള്ളം താഴ്ചിട്ടില്ല. തിളക്കട്ടെ കേട്ടോ. നമ്മളെ വിറകിൻ്റെ ഒരു അവസ്ഥ കണ്ടോ. ഇതാണ് നമ്മളെ ഈ ഒരു പരിസരം കാണുമ്പോൾ നമുക്ക് വൃത്തിയില്ല വിചാരിക്കും കേട്ടോ. നമുക്ക് ഈ വൃത്തി തന്നെ ധാരാളമാണ്. കാരണം എത്ര സൗകര്യമുള്ളൂ. ഉള്ള സൗകര്യത്തിൽ ഇത് ഭയങ്കര വൃത്തിയാണ്. ഇതൊക്കെ നമ്മൾ പാചകം കഴിഞ്ഞിട്ടൊക്കെ വരച്ച് ചടിച്ച് രാവിലെ നമ്മൾ ചായ വെക്കിലേക്ക് മുന്നോടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കും. എന്നിട്ട് അതൊക്കെ ഉണ്ടാക്കാം. പക്ഷെ പിന്നെ അതിന് ശേഷമാവുന്നത് ഐറ്റംസുകളൊക്കെ ഇതൊക്കെ അച്ഛനമ്മയും കൂടി പരിക്കട്ടതാണ്. അവർക്ക് വേണ്ടി പരിക്കനൊക്കെ മഴവെള്ളം കുത്തി വെച്ച് ആ മോൾ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാവർക്കും ഒന്ന് കാണാം. അന്തപ്പെടട്ടെ കണ്ടോ. ഇത് ഈ സ്റ്റേജൊക്കെ ആക്കിയപ്പോഴാണ് നമ്മളെ ഒക്കെ ചോർത്ത് നിന്നത്. ഇതിന് മുന്നേ ഒരു സീറ്റ് അങ്ങോട്ട് വലിച്ചിട്ട് ആകെ പൂച്ച വണ്ടിയാണ്ട്
ദ്വാരങ്ങളായിരുന്നു. അപ്പൊ ആകെ ചോറിന് ഒക്കെ കുത്തി വെച്ച് പോയി ഗൈസ്. ഞങ്ങളെ സിമെന്റ് മണലൊക്കെ പോയി. പിന്നെ അടിച്ച് ചെയ്യിപ്പിക്കും. യെസ്, വെള്ളം തിളച്ചു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ആരെങ്കിലും പല വീഡിയോസിൽ നമ്മൾ ശ്രദ്ധിക്കണം, മരുന്നിൽ ശ്രദ്ധിച്ചങ്ങള്. ഞാൻ അതിൽ ഉപ്പിട്ടിട്ടില്ല. വെള്ളം തിളച്ചിട്ടോ. എന്തായാലും വെള്ളം തിളച്ചിട്ടോ ഞാൻ ഉപ്പിടല്. നിങ്ങളൊക്കെ എങ്ങനെ കിച്ചല്ല, ഞാനിങ്ങനെയാണ്. 1 2 3 പോരട്ടത്. പിന്നെ ആറ്റിക്കളഞ്ഞാൽ അളന്ന് കളയാന്നുള്ളവിടെ എന്നും എപ്പോഴപ്പോൾ ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പ് ഇല്ലെങ്കിൽ പിന്നെ ഇടാം. ഏറി കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. പറഞ്ഞ മരുന്ന് ഉപ്പില്ല. കുക്കൊക്കെ ഒരേപോലെ അറിയാമല്ലോ, കാരണം ആ ഉപ്പ് പോരാ. നമ്മൾ 5 സ്പൂൺ കേട്ടോ. നല്ലോണ്ട് ഒരു നുള്ള് മുന്തിക്കണ്ടേ. സിമ്പിളല്ല നെയ്ച്ചോറുണ്ടാക്കാന്, വളരെ സിമ്പിൾ. എപ്പോ റെഡിയോ? ഇപ്പൊ തിന്നാനാവും കേട്ടോ. പാൽ അച്ഛനോട് കൊണ്ടുപോകാൻ പറഞ്ഞില്ലല്ലോ മോളെ. ഗൈസ്, വെള്ളം തിളച്ച് ഉപ്പ് ഇട്ടു. ഞാൻ കുറച്ച് വിനീഗറും കൂടി വയ്ക്കാം. നാരങ്ങ നീരുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ്. നാരങ്ങ കൊണ്ടാ പറയാൻ നമുക്ക് കാര്യം കേട്ടോ. ചോനെ ആരെങ്കിലും കണ്ടോ? അരിപ്പാത്രം അപ്പൊ തന്നെ മറിയല്ലേ. അരി ഇട്ട് തിളച്ചു തുടങ്ങി. നമുക്ക് വേവട്ടോ. ഇനി ഒരു കുറഞ്ഞ തീലത്ത് വേവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്താ കരിയല്ല, വെള്ളം പറ്റിയ അടി പിടിച്ച് വേവൂല. നിങ്ങൾക്ക് അറിയുന്നാൽ ഞങ്ങളെ മറ്റേ നമ്മളെ അയാൾ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് അറിയുന്നാൽ ഞാൻ പറയട്ടെ. നേരെ ഹരിതകർമ്മസേനന്റെ ചാക്കിൽ കൊണ്ടിടുക. ഇത് അങ്ങനെ തന്നെ എടുക്കാം. നമുക്ക് ഇത് കഴുകിൻ്റെ വരും. നമ്മൾ ആദ്യം നോക്കേണ്ടതിൽ നാരുണ്ടോ വേരുണ്ടോ എന്നല്ല. ഇങ്ങനത്തെ ഇത് രണ്ടാമത്തെ ഞാൻ എടുത്തിരുന്നത് കണ്ടില്ല നിങ്ങൾ. ഇതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കാതെ കഴുകിയിടും. അങ്ങനെ കണ്ണാത്ത പൊട്ടന്മാരെല്ലാം എനിക്കറിയാം, ഞാൻ പറഞ്ഞു. അപ്പം ഇത് നമുക്ക് നന്നാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഗൈസ്, പാത്രം തുറന്നപ്പോഴേക്ക് ചോറ് റെഡിയായി. എന്താവോ എന്തോ പ്രശ്നം പറ്റി ഗൈസ്. അതിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കാണേണ്ടതല്ലേ. വാവ്, വെരി നൈസ്. അമ്മ നോക്കി മാത്രം തന്നെയാണ്. ബീഫ് വെക്കാം. അതിലേക്കുള്ള ഐറ്റംസ് ഓഫ് വെജിറ്റബിൾസ്. ഞാനിങ്ങനെ ഇട്ടത് ഫ്രണ്ട്സ്, എനിക്ക് മുന്നേ കൂട്ടി തയ്യാറാക്കി വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ പണി നീങ്ങൂല. പണി നീങ്ങാത്ത മാത്രമല്ല, ഒരുപാട് നേരം വാണേനും. ഇതെന്താ പറയുക, ചോറ് വേവുന്ന സമയം കൊണ്ട് ഇത് നമുക്ക് അരിഞ്ഞാണ്ട് ബീഫ് പൊക്കപ്പാട് കൂട്ടിക്ക് വെച്ചെടുത്തത് വെച്ചാൽ റെഡി ടു മീറ്റ് അല്ലേ. കത്തിയാണെങ്കിൽ കുറച്ച് മൂർച്ച കുറവാണ്, അല്ലെങ്കിൽ വരും മൂർച്ചയിക്കാറ്. കയ്യിന് പരിക്ക് പറ്റാതൊക്കെ നമുക്ക് ഇങ്ങനത്തെ കാര്യം നമുക്ക് തൽക്കാലം ഇപ്പോൾ കുറച്ച് ഫോളോ ചെയ്യാം. ബിരിയാണി പോലെ ഒക്കെ ആണെങ്കിൽ കളിയാണ്. പുളിയൊക്കെ നല്ല പോണല്ലേ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആരെയും ചെയ്യേണ്ടത് എനിക്കല്ല, എന്നാൽ ഞാൻ ചെയ്യുന്നത് മാത്രം പറഞ്ഞേറ്റെ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യണം. എനിക്ക് അതാണ് ഇഷ്ടം.
ഈ സാധനം കണ്ടോ, സമയമില്ലെങ്കിൽ ഇങ്ങനത്തെ ഇട്ടാൽ മതി. നല്ലോണം കഴുകിയാൽ കുച്ചാച്ചിട്ടാൽ മതി. നല്ല ടേസ്റ്റാണ് ആ സാധനം. നമ്മൾ കടലക്കറിക്ക് വെക്കുമ്പോൾ ഒരിക്കലും വെളുത്തുള്ളി പറ്റ തൊലിച്ചിടരുത്. ഇങ്ങനെ ഇതിട്ടാണ്ട് ഈ ഇതുണ്ടല്ലോ ഇത് കളഞ്ഞാണ്ട് കഴുകിട്ടാൽ ഇങ്ങനെ ഇട്ടാൽ മതി. കുത്തിയാണ്ട് കേട്ടോ, എന്നാൽ ഗ്യാസ് ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പം എന്തായാലും കുറച്ച് സമയം ഉണ്ടാവുകൊണ്ട് തൊലിച്ചിടാം. ഇനിയൊക്കെ ക്ലീനാക്കി കുത്തിച്ചാച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ബീഫ് കഴുകി അതിലേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയും അരിഞ്ഞിട്ടു. നമുക്ക് ഇതിക്ക് മസാല ചേർത്ത് നന്നാക്കി ഒന്ന് ഇളക്കാം കേട്ടോ. മഞ്ഞപ്പൊടി ഗരം മസാല, ചെയ്ത് ഭയങ്കര കുത്തിയിലാണ്. നല്ല നാച്ചുറൽ മല്ലി ചൂട ഇതായി മറ്റേ അതില്ല, അതുകൊണ്ട് ഒപ്പിക്കാം. കവറെല്ലാം പൊടിച്ചിട്ടുള്ള അവസ്ഥയാണ്. ഇല്ല, അവകാശം ഒരു നുള്ളു മുളകും പൊടിയാണ്. ഒറ്റ മണ്ണിടാം. കാരണം പറയും മുളക് പൊടി കമ്മിയല്ല, നിങ്ങൾ മറന്നു. ആരാണ്ടൊക്കെ ഇങ്ങനെ ആക്കി ഇത് പോരട്ടെ. ഇവിടെ ആക്കിയേനെ ഈ വീഡിയോൻ്റെ അതിൽ ഇടർന്ന് മസാല ഇട്ടാണ്ട് ഓറാക്കണ്ടാവും. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പെരുംജീരകം വേണ്ടിയൊന്നുമില്ല. അപ്പം വെള്ളം ഒപ്പിച്ചാണ്ട് ഇട്ട് കുത്തി നല്ലോണം കുത്തി 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 പച്ചമുളക് ലാസ്റ്റ് ഡേക്കാണ്. പച്ചമുളക് കയ്യുമായി കുത്തി കുറച്ച് ഇരുന്നിട്ട് പച്ചമുളക് കുത്തി കിട്ടണം കേട്ടോ ഗൈസ്. ഞാൻ എനിക്ക് വെച്ച കൈ വയ്യ ഗൈസ്, വയ്യ ഗൈസ്. മലപ്പുറം ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നു, എനിക്ക് വരുന്നു. ഇതിൽ കുറച്ച് തൈരും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അതിന് മുന്നേ മിക്സ് വരും. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടുന്ന സമയം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഇതിനൊരു തനതായ രുചി വേറെ ഉണ്ട്. ഞാനും ഉള്ളി തക്കാളിയൊക്കെ വാട്ടി തന്നെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഇതിൻ്റെ അമ്മായിയമ്മൻ്റെ റെസിപ്പിയാണ്. ഇത് വേറെ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് നോക്കാം കേട്ടോ. ഉപ്പില്ല, നല്ല രസമുണ്ട്. ഇപ്പം തന്നെ അങ്ങനെ തന്നെ വേണം. ഇത് കാട്ടി കൊടുത്തോ. കുഴപ്പമില്ല, ഓടിക്കല്ല കുഴപ്പം. ഒരു കളി പോയി. നമുക്കിതേ കുറച്ച് തൈരും കൂട്ടി പച്ചമുളക് അരിട്ടാണ് വേവിച്ച് കാണിച്ചേട്ടാൻ. ബൈ. നമ്മളേ കുക്കറിലോട്ടന്ന് നേരത്തെ കുഴച്ചിട്ട് ആക്കിയത്. പക്ഷെ നമ്മളെ കുക്കർ പണി തന്നു ഫ്രണ്ട്സ്. ഇത് വിസിലായില്ല, അതുകൊണ്ട് ഒരു പൊടിക്ക് വേവാണ്ട്. അപ്പം ഇങ്ങനെ വെള്ളം വറ്റട്ടോ. എന്നിട്ട് നമുക്ക് ആ ചോറിട്ട് മിക്സ് ആക്കിയാലൊരു മിക്സൽ ബിരിയാണി ആക്കാം.
അപ്പോൾ കണ്ടില്ലേ ഞാനേ കുറച്ച് സവോള സൺഫ്ലവറിൽ മൂപ്പിച്ചാണ്ടേക്ക് ഇട്ടു കേട്ടോ. നെയ്യ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് നെയ്യ് അത്ര ആവശ്യമില്ല, സൺഫ്ലവറിന് നെയ്യ് വേണ്ടല്ലോ. അപ്പോൾ അതൊന്നും തന്നെ കുറച്ച് കരിഞ്ഞിട്ടോ. കരിയാൻ കാരണം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിൻ്റെ പാക്കറ്റ് പൊട്ടിക്കണ വരെ കുറച്ച് ഞാൻ കൂടുതൽ തീയിലിട്ടു. പിന്നെ അത് വറുത്ത് കോരിയിട്ട് ആ ചോർക്ക് ഇട്ടിട്ടോ ശേഷം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി അതിലിട്ട് മൂപ്പിച്ചെടുത്തു. നമുക്കതും കൂടി ചോർക്കട്ടെ. നമുക്ക് വമ്പ ടേസ്റ്റ് ഉണ്ടാകട്ടെ നെയ്ച്ചോറിൽ. ഇതുവരെ നമ്മൾ നെയ്ച്ചോറും ബീഫും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെയ്ച്ചോറും ബീഫിനെ എങ്ങനെ ബിരിയാണി ആക്കാമെന്ന് ആലോചിക്കാൻ. ബിരിയാണി അല്ല, ഇറച്ചിച്ചോറ് പോലെ. എന്താ വെച്ചാൽ ഇതൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾക്ക് ബിരിയാണി മതി എന്നൊരാശയം ഉണ്ടായത്. എങ്ങനെയാലും കൂട്ടിക്കുഴച്ചുന്ന ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ ഒരേപോലെ തന്നെയല്ലേ. പിന്നെ നമ്മളടുത്ത് എന്താപ്പോൾ മല്ലിച്ചപ്പും പുതിനൊന്നും ഇല്ല കേട്ടോ. ഞാനേ ഒന്നാമത് നെയ്ച്ചോറുണ്ടാക്കുമ്പോൾ അതിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ബിരിയാണി ആണെങ്കിൽ നമുക്കത് ഓർമ്മ വരുള്ളൂ. അപ്പം ഇനി അതൊന്നും ഇല്ലാതെ നദിക്ക് ആ ഇറച്ചിയൊക്കെ ബട്ടർ കൂട്ടി കുഴച്ചിട്ട് ചോറാക്കാൻ വിചാരിച്ചു. മതിയെന്നേ, കുട്ടികളെ പറ്റിക്കാനല്ലേ. എന്താ സംഭവം എല്ലാം ക്ലിക്കായിന്, അതന്നെ ധാരാളം. അതുകൊണ്ടൊക്കെ നല്ല കൂട്ടി കുഴച്ചിട്ട് ഞാൻ ഇവിടെ നിന്നാണ് ചെറിയ ടേസ്റ്റ് പ്രയോഗിച്ചു. കാരണം കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടോ, ഇതെങ്ങാനും കൊളാവുകയാണെങ്കിലോ എന്ന് മേടിച്ചിട്ട്. പിന്നെ ഇങ്ങനെ കൂട്ടി കുഴക്കുമ്പോൾ ഒരു ഗുണവും ദോഷവും പറയട്ടെ. ഞാൻ കൂട്ടി കുഴച്ച് കഴിഞ്ഞപ്പോൾ എന്താ അറിയോ, ഈ ചോറിനുള്ള കറി മാത്രമേ നമ്മളെ കയ്യിലപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കുള്ള കറി ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്തു. പിന്നത്തേത് പറഞ്ഞാൽ പിന്നത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, കറിയായിട്ടൊന്നും ഇല്ല. കാരണം ഒക്കെ ഇതിൽ കൂട്ടി കുഴച്ച് പോയില്ലേ. പിന്നെ ഞാൻ കുറച്ച് ചോറ് മാറ്റി വെച്ച് പറഞ്ഞു, നമുക്ക് അതിക്ക് വൈകുന്നേരത്ത് ഞാൻ ചിക്കൻ വാങ്ങി അങ്ങനെ എന്തെങ്കിലും കാട്ടിയിട്ട് അത് രാത്രിക്ക് ഇടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം കുറച്ചിട്ട് കൂട്ടി കുഴച്ചു, പിന്നെ കുട്ടികൾക്ക് മാത്രം മതിയല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നി അതിപ്പോൾ എവിടെ എത്തൂല. പിന്നെ ഞാൻ കുറച്ച് ബാലൻസ് വെച്ചിട്ട് ഇറച്ചി അതൊക്കെ പാടേക്കട് കൂട്ടി. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ബിരിയാണി എന്ന് പറയുമ്പോൾ ബിരിയാണിൻ്റെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ബിരിയാണി ആക്കാം. ഇതിപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ബിരിയാണി വന്നാൽ അത് കൂട്ടി കുഴച്ച് കൊടുക്കും. അല്ലാതെ പെട്ടെന്ന് പോയിട്ട് ബിരിയാണി വാങ്ങാനോ ഉണ്ടാക്കാനുള്ള സാധനത്തിനൊന്നും വേറെ. ഇതിപ്പോൾ നെയ്ച്ചോറുണ്ടാക്കുന്ന സമയം ബിരിയാണി ആണെങ്കിൽ അത്ര ഒരു സാധനം ഇതിക്ക് വേണ്ട. മല്ലിച്ചപ്പും പുതിനയും പിന്നെ ഇപ്പം എന്താ വേണ്ടേ, നാരങ്ങയും തൈരൊക്കെ എടുത്തുണ്ടല്ലോ. പിന്നെ കുറച്ച് സവാളയും കൂടി നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്നില്ല. ഉള്ള സവാളൊക്കെ ഞാൻ കറിക്കും ഉള്ളിൽ വാട്ടാനും തൈരിനും കൂടി ആയപ്പോഴേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, സംഭവം നല്ല ക്ലിക്കായി എനിക്ക് തോന്നി. എന്നാലും ഞാൻ പിന്നെയും പറയട്ടെ, മല്ലിച്ചപ്പിൻ്റെ കുറവ് നല്ലോണം ഉണ്ടായിരുന്നു ഇതിൽ. പിന്നെ നെയ്യും ഇല്ലല്ലോ, സൺഫ്ലവർ നെയ്യല്ല ഡാൽഡ, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബിരിയാണീൻ്റെ ആ ഫ്ലേവർ കിട്ടുള്ളൂ. അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ദമ്മിടണമില്ല. ഇതൊക്കെ പാടെ കൂട്ടിക്കുഴച്ച് നേരെ തിന്നാൻ പോകാം. സമയമാകുമ്പോഴേക്ക് 2 മണിയായി തുടങ്ങി കേട്ടോ. ബീഫ് നമ്മൾ പണി പറ്റിച്ചു ആകെ. ആ കുക്കർ വിസിലടിക്കാതെ വെന്തിട്ടുമില്ല. അപ്പോൾ കണ്ടതാട്ടോ ഫൈനൽ നമ്മളെ ബീഫ് ബിരിയാണി എന്നൊക്കെ പറയാമല്ലേ. നിങ്ങളെല്ലാവരും തല്ലരുത് പറഞ്ഞിട്ടോ. പിന്നെ എനിക്ക് തോന്നി കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന്, കാരണം ദമ്മിട്ടില്ലല്ലോ നമ്മൾ. അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടേ ഒന്നര കൂട്ടി കുഴച്ചൊന്നും കൂടി. അപ്പോൾ അതിൻ്റെ കൂടി ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗരം മസാല വീട്ടിൽ കൂടി ഒരു താത്ത, അവിടെ വീടിൻ്റെ അടുത്തുള്ള താത്ത കൊണ്ടുവരണം. നല്ല ഗരം മസാല, എല്ലാ പൊടികളും നല്ലത് തന്നെ കേട്ടോ. ഒരു മായം ചേർക്കാത്ത നല്ല പൊടികൾ തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ ധൈര്യത്തിൽ ഉപയോഗിക്കാം. അപ്പം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ കണ്ടോ, കുട്ടിയൊക്കെ നല്ലോണം ഇഷ്ടമായി. അതാണ് ഞാൻ പറഞ്ഞ സംഭവം ക്ലിക്കായി നല്ല. ഇവർക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ പകുതി സക്സസ്ഫുള്ളാണ്. ഇനി നമ്മളെ കാര്യമല്ലേ, ഇവർക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്കും ഇഷ്ടപ്പെടും. പക്ഷേ ബിരിയാണീനൊരു അപമാനിക്കലാണിത്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ തിന്നാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. കാര്യം ഇത്ര നേരം കഷ്ടപ്പെട്ടാലും ഇനിയിപ്പോൾ ഇത് കോളായാലും എനിക്ക് ഇഷ്ടപ്പെടും. കാരണം ഞാൻ ആ തീയും ഇതും കൊണ്ട് നിന്നല്ലേ കുറേ നേരം. ഇതിൽ ചോറ് ഇങ്ങനെ വെക്കും. ബിരിയാണി അല്ല, ഇറച്ചിച്ചോറ് പോലെ കണ്ടില്ലേ കണ്ടിട്ട്. ഇത് നല്ല രസമുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അങ്ങനെ, കുട്ടികളെ പറ്റിക്കാനൊക്കെ ആയിട്ടേ. എന്നാൽ ജിത്തുകാരനും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. എന്തായാലും കാശിക്കുട്ടനും ബീഫ് കൊടുത്ത് തുടങ്ങി. ഓനക്കും തന്നെ ചോറ് ഇഷ്ടമായി. ഓനൊക്കെ ഒരുപാട് ചോറുണ്ട്. ഞങ്ങളൊക്കെ ഉണ്ട്. ഒരു മടുപ്പിക്കല്ല കേട്ടോ ഈ ചോറിന്. എൻ്റെ ഗുണം തീരെ മടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാടായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.